മലയാളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ സർക്കാരിനെതിരായിട്ടുള്ള അവരുടെ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമായി ഒരു ദിവസം ചർച്ച ചെയ്യാനെടുത്ത വിഷയത്തിന്റെ തലക്കെട്ട് ഞങ്ങൾ മിണ്ടും എന്നായി. ഞങ്ങൾ മിണ്ടും. മറ്റൊരു പ്രമുഖ ചാനലും ഏറെക്കുറെ ആ തലക്കെട്ട് തന്നെ എടുത്തൊന്ന് ചർച്ച ചെയ്യും. പ്രശ്നം ഒരു പരാതിയിന്മേൽ FIR ഇട്ടതാണ്. മാധ്യമപ്രവർത്തകർക്ക് എതിരെ ഒരാൾ ഒരു പരാതി കൊടുത്താൽ FIR ഇടുക എന്നത് സാധാരണ നടപടിക്രമമാണ്. പരാതി കഴമ്പില്ലാത്തതാണെങ്കിൽ അന്വേഷണം നടത്തിയിട്ട് തള്ളിക്കളയും. അത് നിലവിൽ നിൽക്കുന്ന ഒരു നിയമമാണ്. കഴമ്പുള്ളതാണ്, തെളിവുള്ളതാണ്, കേസ് എടുക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തില്ല. പക്ഷെ ആ ഘട്ടത്തിലാണ് ഇത് ഞങ്ങളെ നിശബ്ദരാക്കാൻ നോക്കുകയാണ്, വായ മൂടിക്കെട്ടാൻ നോക്കുകയാണ്. പക്ഷേ ഞങ്ങൾ അതൊന്നും വഴങ്ങില്ല, ഞങ്ങൾ മിണ്ടും എന്നതായി. ഒരു നല്ല കാര്യമാണ്. പക്ഷെ പ്രശ്നം ഒരു ചാനലിനൊന്നും പറയണ്ട, മലയാള മനോരമ ചാനലാണ് ആദ്യമായിട്ട് അത്ര ശക്തമായിട്ട് തുടങ്ങി വെച്ചത്. അതിലെ ഒരു കൗതുകരമായ വസ്തുത, ലോയ ദുരൂഹ സാഹചര്യത്തിൽ ജസ്റ്റിസ് ലോയ മരിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ലോയയുടെ കൊലപാതകം എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തോ ആവട്ടെ, അത് സംബന്ധിച്ച അന്വേഷണാത്മകമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി കാരവൻ. ആ റിപ്പോർട്ട് തയ്യാറാക്കിയ ലേഖകന്റെ പേര് നിരഞ്ജൻ ധാക്കലെ എന്നാണ്. നമ്മുടെ രാജ്യത്തെ ശ്രദ്ധിക്കപ്പെട്ട റിപ്പോർട്ട്. അതിന്റെ പേരിൽ ഒരുപാട് പ്രതികാര നടപടികൾ ആ സ്ഥാപനം ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വന്നു. പ്രശ്നം, നിരഞ്ജൻ ധാക്കലെ യഥാർത്ഥത്തിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ദ വീക്കിലാണ്. മലയാള മനോരമയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. ആ സ്ഥാപനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പക്ഷെ ആ സ്ഥാപനത്തിലൂടെ അല്ലെങ്കിൽ ദ വീക്കിലൂടെ അതിന് വെളിച്ചം കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഞങ്ങൾ മിണ്ടും എന്ന് പറയുന്നത് കേരളത്തിലാണ്. കാസർഗോഡ് കഴിഞ്ഞാൽ ഞങ്ങൾ മിണ്ടില്ല എന്നാണ് അർത്ഥം. ഈ അതിർത്തിക്ക് അകത്ത് മാത്രമാണ് മിണ്ടാനാവുക. അദ്ദേഹം പലതവണ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടും തന്റെ പുറം ലോകം കാണേണ്ട ഈ അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തു വരില്ല എന്ന് ഉറപ്പായപ്പോഴാണ് അദ്ദേഹത്തിന് മറ്റൊരു സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടി വന്നു. അതിലൂടെ പുറത്തു വന്നു. അപ്പോ എവിടെ മിണ്ടണം എന്നും എവിടെ മിണ്ടരുത് എന്നുമുള്ള വിവേചന ബുദ്ധി കൂടി മലയാള മാധ്യമങ്ങൾക്കുണ്ട്, മാധ്യമ പ്രവർത്തകർക്കുണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട് എന്നതിന്റെ തെളിവാണ്. ഓച്ചാനിച്ച് നിൽക്കേണ്ടിടത്ത് ഓച്ചാനിച്ച് നിൽക്കാനും, മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കാനും, ശക്തിയായി ആക്രമണം നടത്തേണ്ടിടത്ത് അത് നടത്താനും ഇവരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല.